ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. ഹൈക്കോടതി സത്യപ്രതിജ്ഞ അസാധുവാക്കിയ തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ഇന്ന് തന്നെ. 19 കൗൺസിലർമാർ ഇന്ന് വൈകിട്ട് 4:30 സത്യപ്രതിജ്ഞ ചെയ്യും. ആർ സുഗതന്റെ കാര്യത്തിൽ സമയം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, വിശദാംശങ്ങൾ. കോടതിയുടെ വിധി വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇന്ന് തന്നെ സത്യപ്രതിജ്ഞയ്ക്കുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. ഹൈക്കോടതിയാണ് 20 കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കിയത്. ദൈവങ്ങളുടെയും ബലിദാനികളുടെയും പേരിലാണ് 20 BJP കൗൺസിലർമാർ തിരുവനന്തപുരം കോർപ്പറേഷനിൽ സത്യപ്രതിജ്ഞ ചെയ്തത്. ആ സത്യപ്രതിജ്ഞ ഹൈക്കോടതി അസാധുവാക്കുകയായിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും അവരുടെ സത്യപ്രതിജ്ഞ നടത്താനുള്ള തീരുമാനം. 4 ആഴ്ചക്കകം ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർത്തിയാക്കണമെന്നായിരുന്നു ഹൈക്കോടതി ഇന്ന് നൽകിയ നിർദ്ദേശം. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വീണ്ടും സത്യപ്രതിജ്ഞ നടത്താനുള്ള തീരുമാനത്തിലേക്ക് പോകുന്നു. അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ, ഈ ഹൈക്കോടതി വിധിക്ക് പിന്നാലെ സത്യത്തിൽ ഭരണസമിതി, പ്രത്യേകിച്ച് BJP നേതൃത്വം നൽകുന്ന ഭരണസമിതി പ്രതിസന്ധിയിലാകുകയാണ് ചെയ്തത്. അതിന് തൊട്ടു പിന്നാലെ, അതായത് ഈ തീരുമാനം വന്നതിന് പിന്നാലെ ന്യായീകരണങ്ങളൊക്കെ മേയറടക്കമുള്ളവർ നടത്തിയെങ്കിലും അവർ സുപ്രധാനമായ അല്ലെങ്കിൽ നിർണായകമായ നീക്കത്തിലേക്ക് കടക്കുകയാണ്. അതായത് ഇന്ന് തന്നെ ഈ വിധി വന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ കൗൺസിലർമാർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 19 കൗൺസിലർമാർ 4:30 മണിക്ക് കോർപ്പറേഷൻ ഓഫീസിൽ, അതായത് നഗരസഭാ ആസ്ഥാനത്ത് തന്നെ സത്യപ്രതിജ്ഞ ചെയ്യും. മേയർ തന്നെ സത്യവാചകം ചൊല്ലിക്കൊടുക്കുമെന്നാണ് അറിയിക്കുന്നത്. അതായത് കോൺഫറൻസ് ഹാളിലായിരിക്കും ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുക. 20 കൗൺസിലർമാർ, അതായത് നിലവിൽ കാപ്പ കേസ് പ്രതിയായി വിയ്യൂർ ജയിലിൽ കഴിയുന്ന ആർ സുഗതൻ, വാഴോട്ടുകോണ കൗൺസിലർ ആർ സുഗതൻ അടക്കം 20 കൗൺസിലർമാരെയാണ് ഹൈക്കോടതി അവരുടെ സത്യപ്രതിജ്ഞയാണ് അസാധുവാക്കിയത്. അവരുടെ സ്വാഭാവികമായി ഈ ആർ സുഗതൻ ഈ സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. അതിന് നിലവിൽ കൗൺസിൽ ഭരണസമിതി തീരുമാനിച്ചിരിക്കുന്നത് മറ്റ് 19 അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ പൂർത്തിയാക്കിയതിനു ശേഷം കോടതിയെ സമീപിക്കാനാണ്. അത് നിലവിൽ കോടതി ഈ ജയിലിൽ കഴിയുന്ന ആർ സുഗതന് സമയം നീട്ടി നൽകണം, സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് വേണ്ടി സമയം നീട്ടി നൽകണമെന്ന് സാങ്കേതിക കാര്യം ഉന്നയിച്ച് കോടതിയെ സമീപിക്കാനാണ് നിലവിൽ ഭരണസമിതി തീരുമാനിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും 4:30 മണിക്ക് സത്യപ്രതിജ്ഞയിലേക്ക് കടക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേവല ഭൂരിപക്ഷമാണ് BJP ഭരിക്കുന്ന ഭരണസമിതിക്ക് തിരുവനന്തപുരം നഗരസഭയിലുള്ളത്. 50 പേർ ആണ് BJP അംഗങ്ങൾ. ഒരാളുടെ കൂടെ, ഒരു സ്വതന്ത്രമായ അംഗത്തിന്റെ കൂടി പിന്തുണയോട് കൂടിയാണ് BJP ഭരണം ഉറപ്പിക്കുന്നത്. സ്വാഭാവികമായി ഈ സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാനായില്ല എങ്കിൽ 29-ാം തീയതി കൗൺസിൽ വിളിച്ചിട്ടുണ്ട്. ആ കൗൺസിൽ അവിശ്വാസം കൊണ്ടുവരും. അങ്ങനെയെങ്കിൽ അത് ഭരണം നഷ്ടപ്പെടുന്ന നടപടിയിലേക്ക് കടക്കും. അത് മുൻകൂട്ടി കണ്ടാണ് നിലവിൽ BJP നേതൃത്വം നൽകുന്ന ഭരണസമിതി ഇന്ന് തന്നെ സത്യപ്രതിജ്ഞയ്ക്ക് തീരുമാനിച്ചത്. 4:30 മണിക്ക് മറ്റ് 19 അംഗങ്ങൾ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യും നഗരസഭാ ആസ്ഥാനത്ത്. ഈ സുഗതന്റെ കാര്യത്തിൽ ഉടനെ കോടതിയിലേക്ക് എന്നുള്ളതാണോ അലക്സ്? ഉന്മേഷ്, തീർച്ചയായും. അതായത് ആർ സുഗതന് സമയം നീട്ടി നൽകണം, സത്യപ്രതിജ്ഞയ്ക്കുള്ള സമയം നീട്ടി നൽകണം. കോടതി വ്യവഹാരത്തിലാണ്. ഇദ്ദേഹം ജയിലിലാണ്. സുഗതൻ കാപ്പ കേസിൽപ്പെട്ട പ്രതിയാണ്, ജയിലിൽ കഴിയുകയാണ്. അതിനാൽ സത്യപ്രതിജ്ഞയ്ക്കുള്ള സമയം നീട്ടി നൽകണം എന്ന സാങ്കേതിക വിഷയമായിരിക്കും അവർ ഉന്നയിക്കുക. അതിനവർ മറ്റു സംസ്ഥാനങ്ങൾ നടന്ന സമാനമായ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയായിരിക്കും കോടതിയെ സമീപിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാണെങ്കിൽ സമയം നീട്ടി നൽകി കോടതിയെ സമീപിക്കുക. അതിന് അനുകൂലമായി കോടതിയുടെ ഭാഗത്തുനിന്ന് വിധി ഉണ്ടാകുമെന്നും നിലവിൽ ഭരണസമിതി പ്രതീക്ഷിക്കുന്നുണ്ട്. ശരി, അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.